ബലാത്സംഗ കേസ് എടുത്തതോടെ മുകേഷിന്റെ രാജി ആവശ്യം ശക്തമാവുമ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങിയ മുകേഷ് എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കാൻ ഞങ്ങൾ ഇറങ്ങി. അരയങ്കാവ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ വാഹനം സ്പീഡ് കൂട്ടി സുജയ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നതല്ല ജനപ്രതിനിധി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ചാലക്കപ്പാറ എന്ന സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ആ ചാലക്കപ്പാറ റോഡ് അതൊരിക്കൽ കൂടി പറയുന്നു, അനുവദനീയമായ വേഗതയിൽ മാത്രം വാഹനം ഓടിച്ച് നമ്മുടെ വാർത്താ സംഘം ആ വാഹനത്തിന് പിന്നാലെ ഉണ്ട്. ക്യാമറയ്ക്ക് സൂം കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാഹനം നമ്മുടെ ദൃശ്യപരിധിയിലുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവർ മനു ആയാലും കൃത്യമായ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ആ വാഹനം അപ്രത്യക്ഷമായത്. കാരണം അദ്ദേഹം വേഗം കൂട്ടിയിട്ടുണ്ട്. ഓടുമെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. എനിക്ക് വേദനയുണ്ടടാ. നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം വീണ്ടും റൂട്ട് മാറി പിടിച്ചു എന്നുള്ളതാണ്. കാരണം അവിടെ ബേദൂരിൽ നിന്ന് സാധാരണഗതിയിൽ കൊച്ചിയിലേക്ക് വരേണ്ട വഴിയിൽ അദ്ദേഹം കയറിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്ങാട് പോയിന്നറിയില്ല. ഇവിടം വരെ ഞങ്ങളുടെ മുമ്പിലുണ്ടായി. എന്നിട്ട് ഇവിടെ കുഴിച്ച് താഴോട്ട് പോയാ. നീ എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ഞാനും. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് മാറിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ മറ്റ് റിപ്പോർട്ടർമാർ അദ്ദേഹത്തെ പിന്തുടരുമെന്ന് നല്ല വേഗത്തിലാണ് ഇപ്പോൾ ആ BMW പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാഹനം സ്പീഡ് കൂട്ടി സുജയ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നതല്ല ജനപ്രതിനിധി. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ മുഖം കാണിക്കേണ്ടി വരും. ഇതൊക്കെ മറന്ന് അദ്ദേഹം എങ്ങനെ എത്ര ദിവസം ഇങ്ങനെ കാറിലൂടെ പല വഴിയിലൂടെ ഓടുമെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം വീണ്ടും റൂട്ട് മാറി പിടിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് മാറിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ മറ്റ് റിപ്പോർട്ടർമാർ അദ്ദേഹത്തെ പിന്തുടരുമെന്ന് വഴി തെറ്റിയെന്ന് തോന്നണേ. വഴി തെറ്റിയെന്നല്ല, നീ പറയുമ്പോ വഴി പിഴച്ചു.